BJP രാഹുലിനെ പേടിക്കുന്നത് എന്തിന്? ലോകസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന നടപടികൾക്കെതിരെ 70 എംപിമാരുടെ സംഘവും കോൺഗ്രസ് നേതാക്കളും സ്പീക്കറെ കണ്ട് പരാതി പറഞ്ഞത് ഈ അടുത്ത ദിവസമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുനിഞ്ഞാൽ അതിന് അനുവദിക്കാതെ തടയുന്ന ഒരു നടപടിയാണ് സഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ തൻ്റെ സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയോട് രാഹുൽ ഗാന്ധി പെരുമാറിയത് സഭാചട്ടത്തിന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ അതിന് എതിരഭിപ്രായം ചിന്തിക്കേണ്ടതില്ല. കാരണം സഭയുടെ റൂൾ ഏതൊരു അംഗത്തിനും ബാധകമാണ്. പക്ഷേ അവിടെ ഏതവസ്ഥയിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിൽ സ്പീക്കർ പറഞ്ഞത് തൻ്റെ ശ്രദ്ധയിൽ ഉണ്ട് എന്ന് മാത്രമാണ്. നേരിട്ട് സ്പീക്കർക്ക് അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ആരാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നത് എന്നതും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യമാണ്. റൂൾ പ്രകാരം ആരും അദ്ദേഹത്തെ നോട്ടീസ് പ്രകാരം അറിയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം അസാധാരണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. BJP സർക്കാർ രൂപീകരണത്തിന് ശേഷം പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധി വരികയും ഇന്ത്യ സഖ്യം കരുത്തോടെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായതും BJP പാളയത്തിൽ അങ്കലാപ്പിന് വഴിതെളിച്ചതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഭയിൽ മോദിയുടെ അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെയും ശബ്ദമുയർത്തിയപ്പോൾ അത് മോദി എന്ന ഭരണാധികാരിക്ക് ഭീഷണിയാവുകയായിരുന്നു. 4 തവണ എഴുന്നേറ്റ് നിന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി കൊടുക്കാതെ പ്രതിപക്ഷത്തിൻ്റെ സഭയിലെ അവകാശങ്ങളെ ഹനിക്കുക മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കുകയും പ്രതിപക്ഷ പാർട്ടികളെ അവഗണിക്കുകയും ചെയ്യുന്ന സഭയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ. ഒരു ഏകാധിപതിയുടെ തന്ത്രങ്ങൾ വിവിധ ശ്രേണികളിലൂടെ മോദി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. നിയമപരമായും ഭരണപരമായും നടക്കേണ്ട രാജ്യത്തിൻ്റെ പ്രധാന ഏജൻസികളുടെ തലപ്പത്ത് തങ്ങളുടെ ഇഷ്ടക്കാരെ വാഴിച്ചുകൊണ്ട് BJP നടപ്പിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫെഡറൽ സമ്പ്രദായത്തിന് തുരങ്കം വെക്കുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുകയും അതുവഴി ജനാധിപത്യത്തെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന രീതിയിലുമുള്ള മോദിയുടെ ഈ ഭരണം ഇത് തുടരുക തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് BJP നടത്തിയ കൃത്രിമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതിപക്ഷം. ഹരിയാന, മഹാരാഷ്ട്ര, ഒറീസ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ ID-യിൽ കൃത്രിമം കാട്ടി BJP നേടിയ വിജയങ്ങൾ ഇപ്പോഴും രാജ്യത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അവിടങ്ങളിൽ BJP നടപ്പിലാക്കിയ വോട്ടർ പട്ടികയിലെ അനധികൃത പേര് ചേർക്കൽ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും വൻതോതിലുള്ള വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രതിപക്ഷം. 2020 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഉണ്ടായ വർധനവ് ആശങ്കയുണ്ടാക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവലം 5 മാസം കൊണ്ട് 39 ലക്ഷം പുതിയ വോട്ടർമാർ ഉണ്ടായത് എങ്ങനെയെന്ന് രാഹുൽ ചോദിക്കുന്നു. മഹാരാഷ്ട്രയിൽ പ്രായപൂർത്തിയാകാത്ത ജനങ്ങൾ 9.54 കോടിയാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ ഉണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവലം 1.9 ലക്ഷം വോട്ടുകളാണ് കിട്ടിയത്. അതേസമയം നിയമസഭയിൽ ഇത് 1.75 ലക്ഷം വോട്ട് ആയി മാറി. പുതുതായി ചേർക്കപ്പെട്ട 35,000 വോട്ടർമാരുടെ ഗുണം കിട്ടിയത് BJPക്കാണ്. അങ്ങനെ അവർ വിജയം കൊയ്തെടുത്തു. ഇതാണ് മിക്ക മണ്ഡലങ്ങളിലെയും സ്ഥിതി. ഈ കണക്കുകളിലെ വ്യതിയാനം ചൂണ്ടിക്കാട്ടിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനമായിരിക്കുകയാണ്. ക്രമക്കേടുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ മൗനം എന്നതും വളരെ പ്രധാനം തന്നെയാണ്. താൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, മറിച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ തൊടുത്തുവിട്ടത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ചോദ്യങ്ങളോട് സർക്കാരിന് പ്രതികരിക്കാൻ വാക്കുകളില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ശബ്ദങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിലേറെ 14 വർഷമാകുമ്പോൾ BJPക്കകത്ത് ഗ്രൂപ്പ് തർക്കവും അഴിമതിയും മൂലം നിലതെറ്റുന്ന അവസ്ഥയിലാണ് BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വിവിധ സംസ്ഥാന ഘടകങ്ങളിൽ തമ്മിത്തല്ലും ഗ്രൂപ്പ് യുദ്ധവും ദേശീയ നേതൃത്വത്തിന് തലവേദന മുറുകുകയാണ്.
ആസാം ഘടകത്തിനകത്തും രൂപപ്പെട്ടു വരുന്ന ഭിന്നിപ്പ് രൂക്ഷമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അധികാര ദുർവിനിയോഗത്തിന്റെ ഉത്തംഗ ശൃംഖത്തിൽ നിന്നും പാർട്ടി ശിഥിലീകരണത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാവിനെയും പേടിക്കുക എന്നത് സ്വാഭാവികം മാത്രം. കാരണം ഭരണകക്ഷികളുടെ കൈവിട്ട അധികാര ദുർവിനിയോഗം ആർജവത്തോടെ വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ BJP ഭയക്കുക തന്നെയാണ്. അട്ടിമറിയിലൂടെ വിജയം വരിക്കാൻ ഇനി അനുവദിക്കില്ല. ജനാധിപത്യത്തിൽ നിന്ന് നേരായി ഇലക്ഷൻ നടത്താൻ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും വെല്ലുവിളിക്കുമ്പോൾ അത് നേരിടാൻ പേടിയുണ്ടാവും BJPക്ക് ഇപ്പോൾ. എല്ലാം അടക്കിവാണ് അനധികൃത നടപടികളിലൂടെ രാജ്യം പിടിച്ചടക്കാൻ ഇനി അനുവദിക്കില്ല മോദിയെ എന്നും പ്രതിപക്ഷം ആണയിടുന്നു. മോദിക്ക് രാഹുൽ ഭീഷണി തന്നെയാണ്. ജനാധിപത്യത്തെ എന്ത് വില കൊടുത്തും കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് സത്യം മോദി തിരിച്ചറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ മോദിക്ക് രാഹുൽ ഭീഷണി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.